സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു റൂട്ട് 484 എന്ന 484ൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് കാണാൻ ഉള്ളത് എന്ന് കരുതാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ മനസ്സിലാക്കി വെക്കണം. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1ൻ്റെ സ്ക്വയർ 1 ആണ്. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2 × 2 4 ആണ്. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 3ൻ്റെ സ്ക്വയർ 3 × 3 9. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4ൻ്റെ സ്ക്വയർ 4 × 4 4 4 16. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 5ൻ്റെ സ്ക്വയർ 5 × 5 25. ഇനി 6ൻ്റെ സ്ക്വയർ എത്രയാണ്? നമ്മൾ നിർബന്ധമായിട്ട് കാണാതെ പഠിച്ചു വെക്കണം. 6ൻ്റെ സ്ക്വയർ 6 × 6 36. 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 7 × 7 49. 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 8 × 8 8 8 64. 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 × 9 81. 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 10 × 10 100. ആദ്യം നമ്മൾ സ്ക്വയർ റൂട്ട് കാണുന്നതിന് മുമ്പ് 1 മുതൽ 10 വരെയുള്ള സ്ക്വയറുകൾ എത്രയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ചോദ്യം എത്രയാണ്? സ്ക്വയർ റൂട്ട് 484ൻ്റെ സ്ക്വയർ റൂട്ട് കാണാനാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ, ഷോർട്ട് കീ ആണ്. ഇത് കറക്റ്റ് പ്രൊസീജിയർ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു രീതിയാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, 2ആയിട്ട് ഭാഗിക്കാം. ഇവിടെ എന്താണ്, ആദ്യത്തെ അവസാനം വരുന്ന 2 സംഖ്യകളെ 2 ഡിജിറ്റായിട്ടും പിന്നീട് വരുന്ന സംഖ്യകൾ എത്രയാണോ അതിനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പായിട്ടും വേർതിരിക്കാം. ഫസ്റ്റ് നമ്മൾ 84 എന്നും രണ്ടാമത്തതിനെ 4 എന്നും എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 84 അല്ലേ നമ്മളെ വാല്യൂ. അപ്പോൾ ഇവിടെ ഈ 84 ബാക്കിലേക്ക് പോവാം. ഇവിടെ 84 നമുക്ക് കിട്ടിയത്. 84 4. അതിൽ 84ൻ്റെ ലാസ്റ്റ് സംഖ്യ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 84ൻ്റെ ലാസ്റ്റത്തെ സംഖ്യ വരുന്നത് എത്രയാണ്? 4 ആണല്ലോ അല്ലേ. അപ്പോൾ 4 വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? അവസാനം 4 വരുന്ന സംഖ്യ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഓരോന്നിൻ്റെയും അവസാനം എത്രയാണ് വരിക? 1ൻ്റെ സ്ക്വയറിൽ 1 തന്നെ അവസാനം വരിക. 2ൻ്റെ സ്ക്വയറിൽ 4 അവസാനം വരും. 3ൻ്റെ സ്ക്വയറിൽ 9 വരുന്നത്. 16ൻ്റെ സ്ക്വയറിൽ എത്രയാണ് വരുന്നത്? 6 അവസാന സംഖ്യ വരുന്നത്. ആദ്യത്തെ സംഖ്യ അവസാന സംഖ്യ. അപ്പോൾ അവസാനം 6 വരുന്നു. 25ൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയറിൽ 25. 25ൽ 5 അവസാനത്തെ സംഖ്യ. 6ൻ്റെ സ്ക്വയറിൽ 36ൽ 6 അവസാന സംഖ്യ. 7ൻ്റെ സ്ക്വയറിൽ 49ൽ 9 അവസാന സംഖ്യ. പിന്നെ 8ൻ്റെ സ്ക്വയറിൽ 64ൽ 4 അവസാനത്തെ സംഖ്യ. 9ൻ്റെ സ്ക്വയറിൽ 81 അല്ലേ, 81ൽ 1 അവസാന സംഖ്യ. 10ൻ്റെ സ്ക്വയർ 100 അതിൽ 0 അവസാന സംഖ്യ. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ അവസാന സംഖ്യ ഇവിടെ നമ്മൾ റൂട്ട് കിട്ടിയല്ലോ. ഇവിടെ ഒരു വാല്യൂ നമ്മൾ എടുത്തു. എത്രയാണ്? ഇതിനെ 2ആയിട്ട് ഭാഗിച്ചു. 4 84 ഇങ്ങനെ 2ആയിട്ട് ഭാഗിച്ചല്ലോ. ഇതിൽ 84നെ
നമുക്ക് എഴുതാം 84. ഈ 84ൻ്റെ ലാസ്റ്റ് വാല്യൂ 4 അല്ലേ? ഈ ലാസ്റ്റ് വാല്യൂ 4 വരുന്ന ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ ഏതൊക്കെയാണ് നോക്കുക. 8 സ്ക്വയറിലെ അവസാന സംഖ്യ 4 ആണ്. അതുപോലെ തന്നെ 2 സ്ക്വയറിൻ്റെയും അവസാന സംഖ്യ 4 ആണ്. അതിനർത്ഥം ഈ റൂട്ട് ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന, അതായത് നമുക്ക് റൂട്ട് 484ൻ്റെ ആൻസർ വരാൻ പോകുന്ന സംഖ്യകളിൽ അവസാന സംഖ്യ ഒന്നുകിൽ നമുക്ക് 2 ആയിരിക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കി തരാം. 4 അല്ലെങ്കിൽ 8 അവസാന സംഖ്യ. ആദ്യത്തെ സംഖ്യ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സംഖ്യ ഇവിടെ നമുക്ക് 4 അല്ലേ കിട്ടിയത്? 4. ഈ 4നെ നോക്കുകയാണെങ്കിൽ, താഴെ നോക്കുകയാണെങ്കിൽ 4ലെ എന്താണ് പെർഫെക്റ്റ് ലെസ് ദാൻ ഈ 4 ഉൾക്കൊള്ളുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ 1ൽ 4 ഉൾക്കൊള്ളൂല അല്ലേ? 1ൻ്റെ സ്ക്വയറിൽ 1ൽ 4 ഉൾക്കൊള്ളില്ല. 2ൽ 4 പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളും. 3ൽ 4 അപ്പോൾ 2ലാണ് 4 പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അവിടുത്തെ രണ്ടാമത്തെ സംഖ്യ, ആദ്യത്തെ സംഖ്യ 2 ഇവിടെ 2 ആയിരിക്കും. ഓക്കെ, അതായത് നമുക്കിതിൻ്റെ ആൻസർ 484ൻ്റെ സ്ക്വയർ റൂട്ട് 24 അല്ലെങ്കിൽ 28 ആയിരിക്കും. ആദ്യത്തെ സംഖ്യ, അതായത് നമ്മളിവിടെ 484നെ 2 ഗ്രൂപ്പാക്കി. ഫസ്റ്റ് ഗ്രൂപ്പിലെ ആദ്യത്തെ സംഖ്യ എടുത്തിട്ട് നമ്മളിവിടെ കമ്പയർ ചെയ്തു. ആദ്യത്തെ സംഖ്യ, അവസാനത്തെ സംഖ്യ. അവസാനത്തെ സംഖ്യ 4 ആണല്ലോ. അപ്പോൾ അവസാനത്തെ സംഖ്യ 4 വരുന്ന സംഖ്യകൾ ഇവിടെ 2 ആണുള്ളത്. ഒന്നെങ്കിൽ 2 സ്ക്വയർ ആവും, അല്ലെങ്കിൽ 8 സ്ക്വയർ ആവും. അപ്പോൾ ഒന്നെങ്കിൽ അവസാന സംഖ്യ 2 അല്ലെങ്കിൽ അവസാന സംഖ്യ 8 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 2 ആണല്ലോ അല്ലേ? ഇവിടെ നമുക്ക് 2 അല്ലെങ്കിൽ 8 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 8 ആയിരിക്കും. പിന്നെ നമ്മൾ രണ്ടാമത്തെ വാല്യൂ എടുത്തു. രണ്ടാമത്തെ വാല്യൂ 4. ഇവിടെ 2 ഭാഗിക്കുന്ന സമയത്ത് ഇവിടെ 4 കിട്ടിയത്. ഈ 4 പൂർണ്ണമായും പോകുന്ന സംഖ്യ ഏതാണെന്ന് നോക്കാം. 1ൽ പൂർണ്ണമായിട്ടും 4 പോവില്ല, പിന്നെ 4ൽ പൂർണ്ണമായിട്ടും 4 പോവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 ആദ്യത്തെ സംഖ്യ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ആദ്യം 2 വരും, പിന്നെയുള്ള സംഖ്യ ഇതിലേതെങ്കിലും ഒരു സംഖ്യയാണ് വരിക. 2 അല്ലെങ്കിൽ 8. അപ്പോൾ 22 അല്ലെങ്കിൽ 28 ആയിരിക്കും നമുക്ക് കിട്ടുന്ന സംഖ്യ. അപ്പോൾ 22 ആണോ 28 ആണോ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ഗുണിച്ച് നോക്കിയാൽ മതി. 22 ഇൻറ്റു 22 ചെയ്യാം. അപ്പോൾ ഈ 2 ഇൻറ്റു 2 4 4 4 4 4 8 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 22 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 22 ആണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് റൂട്ട് ഓഫ് 625. നിങ്ങളെക്കൊണ്ട് അറിയുന്ന ആളുകളെ, മനസ്സിലായ ആളുകൾ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അല്ലാത്തവർക്ക് ഞാനൊന്നുകൂടെ പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടെത്തേണ്ടത് 625 എന്ന സംഖ്യയുടേതാണ്. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓരോ സംഖ്യയെയും
1 മുതൽ 10 വരെയുള്ള സംഖ്യയുടെ സ്ക്വയർ എത്രയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. 3ൻ്റെ സ്ക്വയർ 9 ആണ്. 4ൻ്റെ സ്ക്വയർ 16 ആണ്. 5ൻ്റെ സ്ക്വയർ 25 ആണ്. 6ൻ്റെ സ്ക്വയർ 36 ആണ്. 7ൻ്റെ സ്ക്വയർ 49 ആണ്. 8ൻ്റെ സ്ക്വയർ 64 ആണ്. 9ൻ്റെ സ്ക്വയർ 81 ആണ്. 10ൻ്റെ സ്ക്വയർ 100 ആണ്. ഇവിടെ 2 സംഖ്യ വരുമ്പോൾ അവസാന സംഖ്യ ഏതായിരിക്കും? 4ൻ്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ അവസാനത്തെ സംഖ്യ 6 ആണ്. 5ൻ്റെ സ്ക്വയർ 25 ആണ്. അതിലെ അവസാന സംഖ്യ 5 ആണ്. 6ൻ്റെ സ്ക്വയർ 36 ആണ്. അപ്പോൾ അതിൻ്റെ അവസാന സംഖ്യ 6 ആണ്. 7ൻ്റെ സ്ക്വയർ 49 ആണ്. അപ്പോൾ അതിൻ്റെ അവസാന സംഖ്യ 9 ആണ്. 8ൻ്റെ സ്ക്വയർ 64 ആണ്. 64ൻ്റെ അവസാന സംഖ്യ 4 ആണ്. ഇനി 9ൻ്റെ സ്ക്വയർ 89 ആണ്. 89ൻ്റെ അവസാന സംഖ്യ 81 ആണ്. 81ൻ്റെ അവസാന സംഖ്യ 1 ആണ്. പിന്നെ 10ൻ്റെ സ്ക്വയർ 100 ആണ്. അതിൻ്റെ അവസാന സംഖ്യ 0 ആണ്. എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 625ൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. 625ൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കാണുക? ആദ്യം നമ്മൾ 625 എന്ന വാല്യൂവിനെ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 2ആയിട്ട് ഭാഗിക്കുക. ആദ്യം അവസാനത്തെ 2 സംഖ്യകൾ 2 ഡിജിറ്റ് ആവണം. പിന്നെ ഉള്ള സംഖ്യകൾ എത്രയാണോ വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പുകളാക്കി തിരിക്കാം. അപ്പോൾ ആദ്യത്തെ സംഖ്യ 25 എന്നും പിന്നെ അടുത്ത സംഖ്യയെ നമ്മൾ എന്ത് ചെയ്തു? 6 എന്നും എടുത്തു. ഓക്കെ, ഇനി ഈ 25ൽ ലാസ്റ്റ് സംഖ്യ എത്രയാണ്? 5 ആണ്. അത് ഷോർട്ട് കട്ടാണ് കേട്ടോ. 25ൻ്റെ ലാസ്റ്റ് സംഖ്യ 5 ആണ്. 5 അവസാനം വരുന്ന സംഖ്യ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറിൽ ഏത് സംഖ്യയാണെന്ന് നോക്കുക. 1ൻ്റെ സ്ക്വയർ ഏതാണ്? 1 ആണ്. അപ്പോൾ എന്തല്ല? 5 അല്ല അവസാനം വരുന്നത്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. 5 അല്ല. 3ൻ്റെ സ്ക്വയർ 9 ആണ്. അതും 5 അല്ല. 4ൻ്റെ സ്ക്വയർ 16 ആണ്. അതിൽ 6 ആണ് അവസാന സംഖ്യ. അപ്പോൾ 6 അല്ല എന്ത്? 5 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ 25 ആണ്. യെസ്, 25ൽ അവസാന സംഖ്യ 5 അല്ലേ? അപ്പോൾ അവസാനം 5 വരുന്ന സംഖ്യ 25 ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 5ൻ്റെ സ്ക്വയർ 25 ആണ്. അവസാനം വരുന്ന സംഖ്യ 5 ആണ്. അപ്പോൾ നമുക്ക് ഈ റൂട്ട് ഓഫ് 625ൻ്റെ ആൻസറിലെ അവസാന അക്കം ഏതായാലും 5 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, 5 ആണ്. കാരണം വേറെ ഒന്നും 5 വരുന്നില്ല. 1, 4, 9, 6, 5, 6, 9, 4, 1 ഇതിലേതെങ്കിലും ഒന്നല്ലേ വരിക. അതിൽ 1 വേണമെങ്കിൽ 1 വരികയാണെങ്കിൽ ഇവിടെ സംഖ്യ 1 വരികയാണെങ്കിൽ 2 പ്രാവശ്യമുണ്ട്. 4 2 പ്രാവശ്യമുണ്ട്. 9 2 പ്രാവശ്യമുണ്ട്. 6 2 പ്രാവശ്യമുണ്ട്. പക്ഷെ 5ഉം 0 1 പ്രാവശ്യമേ ഉള്ളൂ. അപ്പോൾ 5 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 25 ആയതുകൊണ്ട് തന്നെ 5 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവസാന സംഖ്യ 5 തന്നെയായിരിക്കുമെന്നാണ്. പിന്നെ നമുക്ക് അടുത്ത വാല്യൂ എത്രയാണ്? അടുത്ത വാല്യൂ നമുക്ക് 6 ആണ്. ഇനി 6 നമുക്ക് കാണാം. 6 പൂർണ്ണമായും പോകുന്ന സംഖ്യ ഈ 6ൻ്റെ ഈക്വലോ അല്ലെങ്കിൽ ലെസ് ദാനോ ആയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ഓക്കെ, 0 1 6ന് ഈക്വൽ അല്ല. ഓക്കെ, 4ൽ 6 പോകില്ലല്ലോ. 2 കുറവായിരിക്കും. 9ൽ 6 എന്താണ്? 9നേക്കാളും ചെറിയ സംഖ്യയാണ് 6. അപ്പോൾ 9 ആണെന്ത്? 9 എന്ന വാല്യൂ നമുക്ക് എടുക്കാം. 9 എന്തിൻ്റെ സ്ക്വയറാണ്? 3ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 3ൻ്റെ സ്ക്വയറാണ് 9. അപ്പോൾ 33 ആണ് എന്ത് ചെയ്യുക? ഇവിടെ വരിക. ഓക്കെ, ഒരു മിനിറ്റ്.
ഓക്കെ, സോറി 9 അല്ല. അപ്പോൾ ഇവിടെ 3ൻ്റെ സ്ക്വയർ ആണല്ലോ നമുക്ക് വന്നത്. ഓക്കെ, 3 എത്രയാണ്? 6. ഓക്കെ, എവിടെയാണ് ഇപ്പോൾ 6? ഓക്കെ, അപ്പോൾ 3. അപ്പോൾ 6 നോക്കുകയാണെങ്കിൽ ഇവിടെ ശരിക്കും എന്താണ്? 3ഉം എന്തുണ്ട്? 3ഉം 4ഉം ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെടുക്കാം? 6 എന്ന് പറഞ്ഞത് 3നേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ശരിക്കും എന്താണ്? ഇതിന് ഈക്വലോ അല്ലെങ്കിൽ ലെസ് ദാനോ ആയ സംഖ്യയാണ് കേട്ടോ എടുക്കുന്നത്. മോർ ദാൻ ആയ സംഖ്യ എടുക്കരുത്. മോർ ദാൻ ആയ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് സംഭവിക്കും. അപ്പോൾ 4ഓ അതിൽ ചെറുതോ, അപ്പോൾ നമുക്ക് 6ഓ അതിൽ ചെറുതോ ആയ സംഖ്യയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 4 എന്ന് പറഞ്ഞാൽ പിന്നെ 9ആണ് വരുന്നത്. 9 6നേക്കാൾ വലുതാണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. 4ഓ അല്ലെങ്കിൽ 6ഓ അതിനേക്കാൾ ചെറുതോ ആയ സംഖ്യയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എടുക്കേണ്ട സംഖ്യ 4ആണ് ശരിക്കും. 4 എന്തിൻ്റെ സ്ക്വയറാണ്? 2ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ 1 വരാം. ഫസ്റ്റ് വാല്യൂ എത്രയാണ് വരാം? 5 വരും. സെക്കൻഡ് വാല്യൂ 2 വരും. ഓക്കെ, ഈ 2 എങ്ങനെ കിട്ടിയത് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഇവിടെ നമ്മൾ ആൻസർ കണ്ടെത്തുന്നത് 625ൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്. 625ൻ്റെ സ്ക്വയർ റൂട്ടിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ 2ആയിട്ട് ഭാഗിച്ചു. എന്നിട്ട് ഫസ്റ്റ് ഭാഗം നമ്മൾ എടുത്തു 25. 25ലെ അവസാന സംഖ്യ 5 ആണല്ലോ. ഈ അവസാന സംഖ്യ 5 വരുന്ന 1 മുതൽ 10 വരെയുള്ള സ്ക്വയറുകൾ ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 1, 4, 9, 16, 25, 36, 49, 64, 81, 100 അങ്ങനെയുള്ള സംഖ്യകൾ നമുക്ക് കിട്ടി. അതിൽ അവസാനം 5 വരുന്ന ഒരേ ഒരു സംഖ്യയേ ഉള്ളൂ. അതെത്രയാണ്? 5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ അങ്ങനെ 5ൻ്റെ സ്ക്വയറാണ് എന്ത് എന്നതുകൊണ്ട് തന്നെ അവസാന സംഖ്യ 5 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ആദ്യത്തെ സംഖ്യ 6 വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 6ൽ എന്താണ്? ഒന്നെങ്കിൽ എന്താണ് ലെസ് ദാൻ, ഈ വാല്യൂ 6ൻ്റെ ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു ആയ നമ്പറിനെ നമ്മൾ കണ്ടെത്തണം. 6നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ 6 ഈക്വലോ ആയ ഒരു സംഖ്യ നമ്മൾ കണ്ടെത്തണം. 6നേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ 1 നോക്കുകയാണെങ്കിൽ 6നേക്കാൾ ചെറുതാണ്. പക്ഷേ എന്തല്ല, അതിൻ്റെ വലിയ സംഖ്യ ഓൾറെഡി ഉള്ളത് കൊണ്ട് 4 നമുക്കെടുക്കാം. 4 6നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വലാണ്. ഓക്കെ, ഇവിടെ 9 എടുക്കുകയാണെങ്കിൽ 9 എന്താണ്? 6നേക്കാൾ വലിയ സംഖ്യയാണ്. പക്ഷേ 4 എടുക്കുകയാണെങ്കിൽ 6നേക്കാൾ ചെറിയ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ ഗ്രൂപ്പിനെയാണ്. അപ്പോൾ ഇതിൽ 2 എന്ത്? ആദ്യം വരുന്ന സംഖ്യ. ഓക്കെ, അപ്പോൾ 25 × 25 ആണെന്ത്? 625 എന്ന് പറഞ്ഞാൽ. ഓക്കെ, സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ശരിക്ക് സ്ക്വയർ റൂട്ട് ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ 484ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് വരിക? 22 × 22 അതേപോലെ തന്നെ ഇപ്പോൾ 625ൻ്റെ വാല്യൂ വരിക എത്രയാണ്? 25 × 25. ഒരു വാല്യൂവിനെ 2 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ റൂട്ടായിട്ട് കിട്ടുക. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ അത് ഓപ്പോസിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇതൊരു ഷോർട്ട് കട്ട് കീ ആണ്. മറ്റ് മെത്തേഡുകൾ വേറെയും ഉണ്ട്. എളുപ്പത്തിൽ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണെന്ത്? ഈ സ്ക്വയർ റൂട്ട് സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ തന്നെ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പറയാം. ഒരു 729ൻ്റെ സ്ക്വയർ റൂട്ട് എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കുക. ഞാൻ പറയുമ്പോൾ ആൻസർ പറഞ്ഞാൽ മതി. 729ൻ്റെ സ്ക്വയർ റൂട്ട് അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 1 മുതൽ 10 വരെയുള്ള സംഖ്യയുടെ സ്ക്വയർ എഴുതാം.
1 മുതൽ 10 വരെയുള്ള സംഖ്യയുടെ സ്ക്വയർ എഴുതി വെക്കുക. 1ൻ്റെ സ്ക്വയർ 1ആണ്, 2ൻ്റെ സ്ക്വയർ 4ആണ്, 3 9, 4 16, 5 25, 6 36, 7 49, 8 64, 9 81, 10 100. എന്നിട്ട് ഈ സംഖ്യയെ 2ആയിട്ട് ഭാഗിക്കാം. ആദ്യത്തെ അവസാനം 2 സംഖ്യകൾ വരുന്ന രീതിയിലായിരിക്കണം ഭാഗിക്കേണ്ടത്. ഇനി ഇവിടെ 4 സംഖ്യ ഉണ്ടെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ 1089 എന്ന സംഖ്യയാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഭാഗിക്കണം. അവസാനം 2 വരണം, ആദ്യം 2 വരണം. ഇവിടെ അവസാനത്തെ സംഖ്യ എങ്ങനെ ആയാലും 2 അക്ക സംഖ്യ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഭാഗിക്കേണ്ടത്. എന്നിട്ട് 29, ഈ 9 അവസാനം വരുന്ന സംഖ്യ 29 അല്ലേ? 700 എത്രയാണ്? 729. 729ൻ്റെ 29ൽ 9 അവസാനം വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുക. അപ്പോൾ ആ സംഖ്യയായിരിക്കും അവസാനം വരിക. 9 അവസാനം വരുന്ന 2 സംഖ്യകളുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു സംഖ്യയായിരിക്കും അവസാനം വരിക. ഇനി ആദ്യം 7 ആണല്ലോ. 7നേക്കാൾ ചെറുതോ 7 തുല്യമായതോ ആയ സ്ക്വയർ എത്രയാണെന്ന് നോക്കുക. 1 7നേക്കാൾ തുല്യമാണോ? അല്ല. 4 7നേക്കാൾ തുല്യമാണോ? അല്ല. 9 7നേക്കാൾ തുല്യമാണോ? അല്ല, വലുതാണ്. അപ്പോൾ 9ന് താഴെയുള്ള ഒരു സംഖ്യയാണ് വരിക. പിന്നെ വരുന്നത് 4ആണ്. അപ്പോൾ 4 ആയതുകൊണ്ട് തന്നെ 2 ആയിരിക്കും ആദ്യത്തെ നമ്പർ വരുന്നത്. പിന്നെ വരുന്നത് 29 ആണല്ലോ. അപ്പോൾ 9 എന്ന് പറഞ്ഞ വാല്യൂ ഏതിലൊക്കെ വരുമെന്ന് പറയും. 3ൻ്റെ സ്ക്വയർ 9 ആണ്. അതുപോലെ തന്നെ 7ൻ്റെ സ്ക്വയറും 9 ആണ്. അപ്പോൾ ആദ്യത്തെ വാല്യൂ 2 വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ടാമത്തെ വാല്യൂ ഒന്നുകിൽ 3 വരാം, അല്ലെങ്കിൽ 7 വരാം. അപ്പോൾ നമുക്ക് 2 ആൻസർ കിട്ടും, 23 അല്ലെങ്കിൽ 27. ഇതിന് രണ്ടിനെയും നമ്മൾ 23 × 27 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ ഏതിലാണോ ഈ വാല്യൂ കിട്ടുന്നത് ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ റൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെയ്തോണേ. ആൻസർ ഒന്ന് ചെയ്യൂ. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്കുകൾ നമ്മൾ വളരെ റെയറായിട്ട് വരാറുള്ളൂ. നെറ്റിന് വരികയാണെങ്കിൽ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടായിരിക്കും ആൻസറിലേക്ക് എത്തിച്ചേരാൻ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലം ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതിനൊരുപാട് സമയമെടുക്കും. അപ്പോൾ നമ്മളെ സമയം കുറേ വേസ്റ്റ് ആവും. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഏകദേശം ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 20 ഏകദേശം ഒരു 625 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും 25ആണ്. അപ്പോൾ ഇത് 729 ആണല്ലോ. അപ്പോൾ അതിനേക്കാൾ കുറച്ച് മുകളിലുള്ള സംഖ്യ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 28 ഗുണിച്ച് നോക്കാം. അത് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ ഒരു 27 ഗുണിച്ച് നോക്കാം. അങ്ങനെയൊക്കെ എളുപ്പ വഴികളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് നിങ്ങൾ സ്പീഡായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഇതാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്വയർ റൂട്ടിൻ്റെ മെത്തേഡ്. മറ്റു മെത്തേഡുകളുണ്ട്, അത് ഇതിനേക്കാൾ കുറേ സമയം എടുക്കുന്ന മെത്തേഡുകളാണ്. എക്സാമിന് സൗകര്യം ഈ മെത്തേഡാണ്. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? യെസ്, 27ആണ്. 27 എങ്ങനെയാണ് കിട്ടിയത് നോക്കാം. ആദ്യം എന്ത് ചെയ്തു? 2 ഭാഗിച്ചു. അപ്പോൾ 29ആണ് അവസാനത്തെ വാല്യൂ. ഈ അവസാനത്തെ വാല്യൂവിൽ 9 ആണല്ലോ കിട്ടിയത്. അപ്പോൾ ഈ 9 വരുമ്പോൾ 3ൻ്റെ സ്ക്വയറും 9 ആണ്, 7ൻ്റെ സ്ക്വയറും 9 ആണ്. അപ്പോൾ അവസാന സംഖ്യ എത്രയായിരിക്കും? ഒന്നെങ്കിൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ 7 ആയിരിക്കും. ആദ്യത്തെ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് 7നെ നമ്മളെടുത്തു. 7 ലെസ് ദാൻ ഈക്വൽ ആയിട്ടുള്ള സ്ക്വയർ ഏതാണെന്ന് നോക്കുക. 1 ലെസ് ദാൻ 7 ആണ്, 7നേക്കാൾ ചെറുതാണ് 1, 4നേക്കാൾ ചെറുതാണ് 1, 9നേക്കാൾ വലുതാണ് 1. അപ്പോൾ 9നേക്കാൾ വലുതായതുകൊണ്ട് ഇതിൻ്റെ താഴെയുള്ള സംഖ്യ നമുക്കെടുക്കാം 4. അപ്പോൾ 4 7നേക്കാൾ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തു? 2 എന്ന വാല്യൂ എടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ 23 ആയിരിക്കാം, അല്ലെങ്കിൽ 27 ആയിരിക്കാം. ഇങ്ങനെ എത്തിയാൽ തന്നെ നമുക്ക് ഓപ്ഷനിൽ ആൻസർ ഉണ്ടായിരിക്കും. എന്നിട്ട് രണ്ടും എന്ത് ചെയ്യുക? ആൻസർ ഇല്ലെങ്കിൽ 23 × 3, 27
7 ചെയ്ത് കൊടുത്താൽ നമുക്ക് 27 × 7 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള ആൻസർ 79 കിട്ടും, 279 കിട്ടും. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ തരാം. റൂട്ട് ഓഫ് 1089. ഇവിടെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അവസാനത്തെ 2 ഡിജിറ്റായിട്ട് വേർതിരിക്കുക, പിന്നെ ഉള്ളത് 10ആണ്, 10നെ വെച്ചിട്ട് വേർതിരിക്കുക. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിൽ? ചെയ്യാലോ. നമുക്ക് ഈ കണക്ക് തന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ 1089. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു എളുപ്പ വഴി മാത്രമാണ്. ഇതിൻ്റെ ഒറിജിനൽ വഴി ഇതല്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ ഉള്ളൊരു മാർഗം മാത്രമാണിത്. അപ്പോൾ ഇതിൽ പോയിൻ്റുള്ള സംഖ്യകളൊന്നും കൃത്യമായിട്ട് ഇത് കിട്ടില്ല. പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകൾ മാത്രമേ, പൂർണ്ണമായ നമ്പർ മാത്രമേ ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെറ്റിന് പൂർണ്ണമായ നമ്പറുകളെ ചോദിക്കാറുള്ളൂ. പിന്നെ പോയിൻ്റ് വരികയാണെങ്കിൽ പോയിൻ്റ് അത്രയും ടഫായിട്ട്, ഇപ്പോൾ കമ്പൈൻ ഗ്രാജുവേഷൻ ലെവൽ, അതുപോലെ തന്നെ ബാങ്കിങ്ങിലൊക്കെയാണത് പോയിൻ്റൊക്കെ വരിക. നമ്മളിപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ എത്രയാണ്, 1089 നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ 1089 നമ്മൾ എന്ത് ചെയ്തു, നിങ്ങൾ അറിയുന്ന ആളുകൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യുക കേട്ടോ. 1089. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, 2 ഗ്രൂപ്പ് ആക്കിയിട്ട് വേർതിരിച്ചു. ആൻസർ പറയരുത്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ മതി. എന്നിട്ട് അവസാനത്തെ 2 ഡിജിറ്റിനെ നമ്മൾ അങ്ങോട്ട് എടുക്കുക, 89. ഈ 89-ലെ അവസാന സംഖ്യ എത്രയാണ്, 9 ആണ് അല്ലേ. അപ്പോൾ 9 വരുന്ന സംഖ്യ ഈ സ്ക്വയറുകളിൽ ഏത് സ്ക്വയറാണ്? 1ൻ്റെ സ്ക്വയർ 1 ആണ്, 9 അല്ല. 2ൻ്റെ സ്ക്വയർ 4 ആണ്, 9 അല്ല. 3ൻ്റെ സ്ക്വയർ 9 ആണ്. 4ൻ്റെ സ്ക്വയർ 16 ആണ്, 9 അല്ല. 5ൻ്റെ സ്ക്വയർ 25 ആണ്, 9 അല്ല. 6ൻ്റെ സ്ക്വയർ 36 ആണ്, 9 അല്ല. 7ൻ്റെ സ്ക്വയർ 49 ആണ്. അപ്പോൾ 49 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാന സംഖ്യയും 9 തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കാര്യം മനസ്സിലായി? നമ്മുടെ അവസാന സംഖ്യ, അതായത് ഈ സംഖ്യയുടെ 1089ൻ്റെ ആൻസർ ഉണ്ടല്ലോ, ആൻസറിലെ അവസാന സംഖ്യ ഒന്നുകിൽ 7 അല്ലെങ്കിൽ 3 ആയിരിക്കും. 7 അല്ലെങ്കിൽ 3 ആയിരിക്കും എന്നെങ്ങനെ മനസ്സിലായി? അത് ഇവിടെ നോക്കിയാൽ മതി. സ്ക്വയർ, അവസാന സ്ക്വയർ 9 ആണ് വന്നത്. 9 വരുന്ന 2 സംഖ്യകളുണ്ട്. ഒന്ന് 3ൻ്റെ സ്ക്വയർ 9 ആണ്, 7ൻ്റെ സ്ക്വയർ 49 ആയതുകൊണ്ട് അതിൻ്റെ അവസാന സംഖ്യയും 9 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസറിൻ്റെ അവസാന സംഖ്യ എന്ത് കിട്ടി? ഒന്നുകിൽ 3 അല്ലെങ്കിൽ 7 കിട്ടി. ഇനി നമുക്ക് ആദ്യത്തെ സംഖ്യ കാണണം. ആദ്യത്തെ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് 10 നമ്മളെടുത്തു. 10ൻ്റെ ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു ആയ നമ്പർ നമ്മൾ നോക്കാം. ഇവിടെ ക്ലോസസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ് നമ്മൾ കാണേണ്ടത്. ഈ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ അടുത്ത് നിൽക്കുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയ വാല്യൂ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ 16 നോക്കുകയാണെങ്കിൽ 16-ൽ 10 ഓൾറെഡി 16േക്കാൾ വലിയ സംഖ്യയാണെന്ത് 10 എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതെടുക്കില്ല. പിന്നെ നമ്മൾ 9 ആണുള്ളത്. 9 ലെസ് ദാൻ ആണ് 10. പിന്നെ അതിൻ്റെ താഴത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം ക്ലോസസ്റ്റ് ആയിട്ട് 10ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംഖ്യയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 9 എടുക്കാം. ഓക്കെ, ഈ 9ൻ്റെ എത്രേൻ്റെ സ്ക്വയറാണ് 9? 3ൻ്റെ സ്ക്വയറാണ്. 3ൻ്റെ സ്ക്വയർ 9 ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ സംഖ്യ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ സംഖ്യ 3ഉം രണ്ടാമത്തെ സംഖ്യ ഒന്നുകിൽ 3 അല്ലെങ്കിൽ 7 ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ 3, രണ്ടാമത്തെ സംഖ്യ 3, അല്ലെങ്കിൽ ഒന്നാമത്തെ സംഖ്യ 3 അല്ലെങ്കിൽ രണ്ടാമത്തെ സംഖ്യ 7. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സംഖ്യയായിരിക്കും അതിൻ്റെ കൃത്യമായ ആൻസർ വരിക. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? രണ്ടിനെയും ഒരുപോലെ കുടിച്ച് നോക്കാം. 33 × 3 അല്ലെങ്കിൽ 77 × 37 × 37.
ഇതിലേതാണ് ആ സംഖ്യ വരിക? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയൂ. യെസ്, 33 വരെ അല്ലേ? ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1-2 ചോദ്യങ്ങൾ തരാം. നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു റൂട്ട് സ്ക്വയർ 1936. ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം, പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് 1521. മറ്റൊന്ന് ഓക്കെ. ഈ 3 ആൻസർ നിങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് കണ്ടെത്താം. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്ക്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള PYQ സെഷനാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതാ 1521. ഇതൊന്ന് എഴുതി വെക്കൂ, എല്ലാവരും ഒന്ന് എഴുതി വെക്കൂ. ഓക്കെ.